VIP-കളെ സംബന്ധിച്ചിടത്തോളം ഈ ജാമ്യാപേക്ഷ കൊടുത്ത് ജാമ്യം വാങ്ങുന്നതെന്ന് പറയുന്നത് അതൊരു മെഡിക്കൽ ടൂറിസം ആണ് എന്ന് ഒരു ശ്രദ്ധേയമായ നിരീക്ഷണം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ കയ്യിൽ നിന്നുണ്ടായി, ഭാഗത്തു നിന്നുണ്ടായി. വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണത്. ആ ഒബ്സർവേഷൻ പല കാര്യങ്ങളും ശരിയാണ്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് എടുത്ത് പറഞ്ഞു. ഓരോ സാഹചര്യങ്ങൾ, അതായത് എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു. ഈ ജയിലുകളെന്ന് പറയുന്ന സ്ഥലം അത് ഈ ട്രയൽ അക്യൂസിൻ്റെ, അതായത് ഈ ശിക്ഷയ്ക്ക് മുമ്പുള്ള കാലാവധി ജുഡീഷ്യൽ കസ്റ്റഡി ആയാലും അതുപോലെ തന്നെ ശിക്ഷ കഴിഞ്ഞുള്ള കാലാവധി ആയാലും ഈ ജയിലെന്ന് പറയുന്നത് പാവപ്പെട്ടവരുള്ളതാണ്, പണക്കാർക്കല്ല. പണക്കാർക്ക് സുഖവാസ കേന്ദ്രമായിട്ട് ആശുപത്രികൾ ഉള്ളിടത്തോളം കാലം ഇത് മെഡിക്കൽ ടൂറിസമാണ് എന്ന് VIP-കൾക്ക് ഒരു മെഡിക്കൽ ടൂറിസമാണ് എന്നാണ് നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ ഒരു ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചത്. പലതുകൊണ്ടും വളരെ സത്യമാണ്. എൻ്റെ ഈ ഔദ്യോഗിക കാലത്ത് തന്നെ എനിക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഏറ്റവും വലിയൊരു കേസിൽ ഞാൻ ഒരു മറ്റ് അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരു MLA ശിക്ഷിക്കാനിടയായി. അപ്പോൾ ശിക്ഷയെക്കുറിച്ചുള്ള വാദം കേൾക്കണം. അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടു, ശിക്ഷയെക്കുറിച്ച് വാദം കേൾക്കാൻ വന്നപ്പോൾ പ്രതിയില്ല. എവിടെയാണെന്ന് പറഞ്ഞപ്പം വക്കീൽ പറഞ്ഞു പ്രതി അത് വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് ഹാർട്ട് അറ്റാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഹാർട്ട് ലങ്സായി പോയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് ആ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഹാജരാക്കാൻ പറഞ്ഞു ആദ്യം. ഉടനെ ഈ വക്കീൽ ഹാജരാക്കി ഏതാണ്ട് ഒരു പേപ്പറും ഒക്കെ അവിടെ അഡ്മിറ്റ് ചെയ്താന്നൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞു ഇതല്ല വേണ്ടത് എനിക്ക്. ഞാൻ അന്നേരം അന്ന് ഇവിടെ ഈ നോർത്ത് സെൻട്രൽ സ്റ്റേഷനിൽ എറണാകുളത്ത് ഇരിക്കുന്ന CI എന്ന് പറയുന്നത് ശ്രീ മുരളീധരനാണ്. പിന്നെ IPS ഒക്കെ കൺഫർ ചെയ്ത് കിട്ടിയ ആളാണ്. മുരളീധരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുപോലെ ഇയാളെ എനിക്കിന്ന് വേണ്ടതാണ്. അത്രയും വലിയ കൊള്ളക്കൊണ്ടായ ഒരു കേസാണ്. അപ്പോൾ ഇയാൾ വാദം പറയുന്നത് അയാളെ ഞാൻ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ കേട്ടില്ല എന്ന് വരും. അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിയല്ല. ശിക്ഷയെക്കുറിച്ച് വാദം കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആശുപത്രി കിടക്കുകയാണ് എന്നാ പറയുന്നത്. അതൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അന്വേഷിച്ചിട്ട് വന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അയാളെ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, അയാൾ കോൺഷ്യസ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഡോക്ടറെ അടുത്തുനിന്ന് മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ ഹാജരാവാൻ പറഞ്ഞു. വേണ്ടി വന്നാൽ ഒരു മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇയാളുടെ ഈ അസുഖത്തെക്കുറിച്ച് മുഴുവനായിട്ട് ഒന്ന് ഒരു നിരീക്ഷണത്തിന് വേണം. അരമണിക്കൂറിനകത്ത് അയാളെ ഡിസ്ചാർജ് ചെയ്ത് കോടതി കൊണ്ടുപോകും. ഇതാണ് സംഭവം. അപ്പം ഞാൻ അത് അയാളുടെ വാദം അയാൾ പറഞ്ഞ എല്ലാം കേട്ടു, കാര്യങ്ങളും ഒക്കെ കേട്ടു. അയാൾക്ക് ഹാർട്ട് ലങ്സും ആയില്ല, ഒന്നും ആയില്ല, ഒരു കുഴപ്പമില്ല. ഇത് ഇഷ്ടംപോലെ പണമുള്ളവനാണ് അയാൾ, വലിയ പണക്കാരനാണ്. അപ്പം അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ ഈ ആശുപത്രി അന്ന് ജനറൽ ഹോസ്പിറ്റലാണ് ഈ പണി ചെയ്തത് എറണാകുളത്ത്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഡോക്ടർ പ്രശ്നത്തിലാകും എന്നൊരു ധാരണ ഡോക്ടർക്ക് കിട്ടി. അതോടുകൂടി ഡോക്ടർ അത് മതിയാക്കി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇതുപോലെ അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത് കോടതി അതിൻ്റെ ഓരോ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കേട്ടോ. ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അതായത് ഇപ്പോൾ ജാമ്യം കൊടുത്തില്ലെങ്കിൽ ഇയാൾ ഇപ്പോൾ തട്ടിപ്പോവും, അയാൾക്ക് മുഴുവൻ അയാളെ ഇത് ആശുപത്രിയിലാവും എന്നൊക്കെ പറഞ്ഞു. അതായത് ആനന്ദകുമാറിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണിത്. അപ്പോൾ ആനന്ദകുമാർ വളരെ വല്ലാത്ത അസുഖമാണ്, അയാൾക്ക് വെളിയിൽ ട്രീറ്റ്മെൻറ്റ്, ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് വേണം, അവിടെ കിടന്നുകൊണ്ട് ഇയാൾക്ക് ജാമ്യം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ജാമ്യം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഇനി ഇത് പഠിച്ചിട്ടല്ലാതെ ജാമ്യം കൊടുക്കുന്ന പ്രശ്നമില്ല, 1-2 തവണ കോടതികൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ശ്രീ PC ജോർജിന് ജാമ്യം കൊടുത്തു ഒരിക്കൽ ഇതുപോലെ. അപ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് ആശുപത്രിയിലാവും എന്ന് പറഞ്ഞു. ഏത് ആശുപത്രിയിലാണ്, അതായത് വളരെ വലിയ പ്രശ്നമാണ്, ബുദ്ധിമുട്ടിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചവടി പാലത്തിൻ്റെ കേസുണ്ടല്ലോ, അത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പുറകിലുണ്ടായിരുന്ന ആൾ ഇതേപോലെ ഇപ്പം മരിച്ചു പോകും കേട്ടോ. കാരണം അത്ര സീരിയസ് ആണ്.
എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ലേക്ഷർ ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ഇയാളെ അവിടുന്ന് ഇറക്കിയാൽ ഇയാൾ തട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞു. ജാമ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ തയ്യാറായിട്ട് പുള്ളി ഇനി ഇറങ്ങി വന്നതായിട്ട് ശ്രീ കുഞ്ഞകൃഷ്ണൻ പറഞ്ഞു. എനിക്കറിയില്ല, ഏതായാലും അത് നടന്ന കാര്യമാണ്. അതൊരു മുൻമന്ത്രിയാണ്, നമുക്കൊക്കെ അറിയാം. മുസ്ലിം ലീഗിൻ്റെ ഒരു MLA-യുമാണ് ആയിരുന്നു കളമശ്ശേരിയിൽ. അപ്പോൾ അത് ശ്രീ കുഞ്ഞകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് ശ്രീ PC ജോർജിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ വളരെ രസകരമായിട്ടാണ്. അതായത് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അവസാനം ഇത് കോടതിയെ ഒരുമാതിരി പുച്ഛിച്ച് തള്ളുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവന ശ്രീ PC ജോർജിൻ്റെ മകൻ്റെ ഭാഗത്തുനിന്ന് വന്നതായിട്ട് കോടതി പറഞ്ഞതായിട്ട് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനി അത് പറഞ്ഞു കാണും മിക്കവാറും. അതായത് എന്താ അത് പറഞ്ഞത്, ഏതായാലും ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് അതായത് PC ജോർജ് എന്നെ ഈ അതായത് ഇതിപ്പോൾ ഈ അതായത് പരാതിക്കാരനോട് നന്ദിയുണ്ട്. നന്ദി എന്താ കാര്യം എന്നറിയാം? അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഇതേപോലെ എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും നടത്താനായിട്ടുള്ള സാഹചര്യമുണ്ട് ഒരുക്കിയതിന്. കാരണം ഇയാൾ ആശുപത്രി പോവുകയല്ല സാധാരണ. അപ്പോൾ അങ്ങ് വരുന്നതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും നടത്താനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി തന്നതിന് പരാതിക്കാരനോട് നന്ദിയുണ്ടെന്ന് PC ജോർജിൻ്റെ മകൻ പറഞ്ഞതായിട്ട് കോടതി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ഇത് കോടതിയാണ് ആക്ഷേപിച്ച് വെച്ചേക്കുന്നത്. കാരണം കോടതിയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ പണി പറഞ്ഞത്. കാരണം ആശുപത്രി കിടക്കുകയാണ്, അതുകൊണ്ട് എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളെല്ലാം ഒന്ന് നടത്തി തീർക്കാൻ പറ്റിയെന്ന്. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. ജയിലുകളെന്ന് പറയുന്നത് പണമുള്ളവനുള്ളതല്ല, ജയിലുകൾ പാവപ്പെട്ടവനാണ് ഉള്ളത് എപ്പോഴും പറഞ്ഞേക്കുന്നത്. അക്ഷരാഭ്യാസമില്ലാത്തവനും വിദ്യാഭ്യാസം കുറഞ്ഞവനും സമൂഹത്തിലെ താഴേക്കിടയിൽ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നതുമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പണമില്ല, അങ്ങനെയുള്ളവരാണ് ഈ ജയിലിൽ കിടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടാനടി അവർക്ക് അങ്ങ് നെഞ്ചോദന വരും, അല്ലെങ്കിൽ അവരുടെ BP അങ്ങ് മണ്ടേ കയറി പോവും, താഴ്ത്തു വരും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. BP ഒക്കെ ചിലപ്പോൾ ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ BP-യിലൊക്കെ വേരിയേഷൻ വന്നേക്കാം. പക്ഷേ ആ വേരിയേഷൻ വന്നാലും അതങ്ങ് മാറും. അതിന് പകരം അയാളെ കൊണ്ട് ആശുപത്രി സുഹാസിതനാണെന്നുണ്ടെങ്കിൽ ഈ ജയിലുകളെന്ന് പറയുന്ന സ്ഥലം ഇതിനാണ്. ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുന്ന ഒരാളെ അയാളെ ആശുപത്രിയിലെ സുഹാസിതന് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് കാശുള്ളതുകൊണ്ടല്ലേ, പണമുള്ളതുകൊണ്ട് മാത്രമല്ലേ, അത് പിടിപാട് ഉള്ളതുകൊണ്ടല്ലേ, VIP ആയതുകൊണ്ടല്ലേ. ഇപ്പോൾ ഈ ആനന്ദകുമാർ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ശ്രീ CN രാമേന്ദ്രൻ നായരെ, ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ പോലും വെള്ളത്തിലാക്കിയ ആളാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പേരും അതിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അതും മാറ്റാതെ വെച്ച് പണപ്പിരിവ് നടത്തി ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഒരു കാലത്തെ ചിലപ്പോൾ നല്ല പ്രവർത്തനം ആയിരുന്നിരിക്കും, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പണം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിക്കും പലർക്കും. അങ്ങനെ വന്നു. ഏതായാലും 2 കോടി രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇപ്പം ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പം മരിക്കട്ടെ, ഇവരൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നേ എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ പറഞ്ഞതാണ് നിർബന്ധമായിട്ടും. അപ്പോൾ പറഞ്ഞു സാറേ നമ്മൾ ആശുപത്രിയിൽ നിന്ന് പൊക്കിക്കൊണ്ടു വന്നാൽ ഞാൻ പറഞ്ഞ അതിൻ്റെ ഉത്തരവാദിത്തം ഞാനേറ്റ്, നിങ്ങൾ പൊക്കിക്കൊണ്ടുവരാം. അന്നത്തെ എൻ്റെ പ്രായത്തിൻ്റെ ചോരത്തിളപ്പും കൂടെ കൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി കൊണ്ടുവന്നേരെ. എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ഒരു അസുഖമില്ലെന്ന്, യാതൊരു കുഴപ്പമില്ലാതെ അയാളെ അവിടെ ആ ഡോക്ടർ, ഞാൻ എന്തായാലും അയാളെ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല, ആ ഡോക്ടറെ ഇനി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതായത് മുഴുവൻ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് എനിക്കത് വേറെ ആളുകളെ കൊണ്ട് പരിശോധിപ്പിക്കണം, ഇയാൾ മാത്രമേ ഉള്ളൂ, ഡോക്ടറിനൊന്ന് നോക്കണമല്ലോ. ഇത് പറഞ്ഞതോടുകൂടി ഡോക്ടർക്ക് വരികയും വേണ്ട, ഒന്നും വേണ്ട, ഇയാളെ അപ്പോഴേ കൈ കൊടുത്തു, കൊണ്ടുപോക്കണം പറഞ്ഞു. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞയച്ചു, ഒരു കുഴപ്പമില്ലാതെ. ഇതാ ഞാൻ പറഞ്ഞു, ഇത് പണമുള്ളവർക്കും VIP-കൾക്കും ഒക്കെ മാത്രമായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇറ്റ് ഈസ് മെഡിക്കൽ ടൂറിസം. ഇത് മെഡിക്കൽ ടൂറിസം ആണെന്ന് കോടതി പറഞ്ഞതിനോടുണ്ടല്ലോ ഞാൻ 100% യോജിക്കുകയാണ്. അതായത് മെഡിക്കൽ ടൂറിസമാണ് ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങളിലെല്ലാം നടക്കുന്നത്. പണമുള്ളവന് അവനെപ്പോഴും നെഞ്ചുവേദന വരാം, അവനെപ്പോഴും BP അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറാം, ഇതെല്ലാം വരും കേട്ടോ. അവൻ്റെ ഹാർട്ട് ലങ്സ് ആയെന്നൊക്കെ പറയും അവൻ, ഇതൊക്കെ വരും, ഇത് മുഴുവൻ വരും. ഇതെല്ലാം കാശുള്ളതുകൊണ്ടും VIP പരിവേഷമുള്ളതുകൊണ്ടുമാണ്. ഇങ്ങനെയല്ല വേണ്ടത്. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്, നീതി എല്ലാവർക്കും ഒരുപോലെയാണ്, തുല്യ അവസരമാണ് എല്ലാവർക്കും വേണ്ടത്. ഇവിടെ ഒരു പാവപ്പെട്ടവനാണെങ്കിലോ അവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ ഇല്ല, അവൻ നേരെ ജയിലിലേക്ക് പോകും. അതാണ്, അവിടെ കുഴഞ്ഞു വീണ് മരിക്കും. അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇതിനുള്ളൊരു വേദിയാകരുത്. ഈ ജാമ്യാപേക്ഷകർ ഇപ്പം വരുന്നവരെല്ലാം പലരും ഞാനീ പറഞ്ഞ ഈ കേസുകളിലെല്ലാം തന്നെ
ഇതേപോലുള്ള ഇടപാടുമായിട്ട് വന്നിട്ട് അവർ ആശുപത്രി ഒരു മെഡിക്കൽ ടൂറിസമായിട്ട് ഇത് മാറ്റുന്ന ഒരവസ്ഥയാണുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ ശരിയായ നിരീക്ഷണമാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം, ഇതുപോലെ തന്നെ ആയിരിക്കണം. ഈ കാഴ്ചപ്പാട് കോടതിക്ക് വേണം. കാരണം കോടതികൾ തിരിച്ചറിയണം, സമൂഹമായിട്ടുള്ള ബന്ധം വേണം. സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ പറ്റുന്ന ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ, സംശയിക്കണം.